ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പൊങ്കലൊക്കെ വരികയല്ലേ, അപ്പോൾ അതിനായിട്ട് പൊങ്കൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമുക്ക് 1 കപ്പ് അരി, പച്ചരിയാണ് എടുക്കേണ്ടത്. 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റെ പച്ചമണമൊക്കെ മാറുകയുള്ളൂ. നമുക്കത് 2-3 പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ വാർത്തിട്ട് നമുക്കതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം അപ്പോൾ ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. 1 കപ്പ് അരിയും 1/2 കപ്പ് പരിപ്പുമാണ്. അപ്പോൾ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള പൊങ്കൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. 3-4 വിസിൽ വരണം. അപ്പോൾ അത് പുറത്തേക്ക് പൊങ്ങി വരാതിരിക്കാനായിട്ടാണ് ഞാൻ അതിലേക്ക് ചെറിയൊരു പാത്രം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്കൊരു 4 വിസിൽ വരുന്നവരെ ഞാനത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നന്നായി കുഴഞ്ഞ് വേവണം, എന്നാലേ പൊങ്കലിന് നല്ല സ്വാദുണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ലൊരു രുചിയാണ് ഈ പൊങ്കലിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ 1/4 കപ്പ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ചെറുതീയിൽ വെച്ചിട്ട് അത് തിളച്ച് വരുന്നവരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്ന അളവിൽ തന്നെ നിങ്ങൾ ഇതുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ, വെള്ളവും പാലും ഒക്കെ ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം കഴിഞ്ഞാലും അത് കട്ടിയാവാതെ നല്ല ലൂസായിട്ട് തന്നെ ഉണ്ടാവും ഈ പൊങ്കൽ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായി മുറിച്ചത്, പിന്നെ കാഷ്യൂനട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടിച്ചതും കൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ആ പൊങ്കലിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ നല്ല സ്വാദുള്ള പൊങ്കൽ റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ചട്നിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല പറ്റിയൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.